ഹലോ ഗായ്സ്. സോ ഞങ്ങളുടെ വ്ലോഗ് 1 കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടി ഗായ്സ്, കിട്ടി. ഹലോ ഗായ്സ്. സോ ഞങ്ങളുടെ വ്ലോഗ് 1 കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷുവിൻ്റെ അടുത്ത പാർട്ട് 2നെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വിഷുവിൻ്റെ കണി ഒരുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങളുടെ കയ്യിൽ കുറേ സാധനങ്ങൾ മിസ്സിംഗ് ആണ്. പക്ഷേ ഉള്ളത് വെച്ചിട്ടൊരു ഓണം എന്ന് പറയുന്ന പോലെ ഉള്ളത് വെച്ചിട്ടൊരു വിഷു ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷു എന്താണെന്ന് എല്ലാവർക്കും അറിയും. വിഷു എന്നാൽ തുല്യം എന്നർത്ഥം. അതായത് രാത്രിയും പകലും ഒരുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക, തുല്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ നോളേജ് ഒന്നുമില്ല. പക്ഷേ എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ വിഷു കണി ഒരുക്കുന്നതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ കാണിക്കാൻ പോകുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്. അപ്പോൾ നമ്മളത് ശരിക്കും മഞ്ഞ പട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഒരു റെഡിൻ്റെ പട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പട്ടിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരുക്കാം എന്ന് വിചാരിക്കുന്നു. മഞ്ഞ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മഞ്ഞയാണ്. കൃഷ്ണൻ്റെ മഞ്ഞ കളറാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ള കളറ്. അപ്പോൾ ഞാൻ എൻ്റെ റെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ എൻ്റെ കയ്യിൽ എന്താ പറയുക, ചെമ്പുരുളി അങ്ങനത്തെ ബ്രാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള ഒരു ഉരുളി ഇതാണ്. പിന്നെ അതിലോട്ട് അരി ഇടുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ച എൻ്റെ കണിക്കൊന്നും ഇവിടെ ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഗുരുവായൂരിൽ നിന്നൊരു വിഷു കണിയുടെ കൊന്നടെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2023 മേടിച്ചതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കണം. അപ്പോൾ ഉള്ളത് എങ്ങനെ വെക്കണം എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒപ്പിച്ചൊന്നും വെക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ വയ്ക്കാതെ എങ്ങനെ ചെയ്യണം ആലോചിച്ചിട്ട് keep something like this. Okay. അപ്പോൾ ഇതൊക്കെ ഞാൻ 2023 പഠിച്ചത്. കഴിഞ്ഞ കാലത്തെ വിഷുവിന് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. അപ്പോൾ വിഷുക്കണി അധികം ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ വെക്കണമെന്ന് ഞാൻ ആലോചിച്ച് വേണം ഓരോന്നോരോന്നായിട്ട് വെക്കാനായിട്ട്. വാൽക്കണ്ണാടി ഉണ്ട്. വാൽക്കണ്ണാടിയിലാണ് നമ്മുടെ രാവിലത്തെ കണി നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫേസ് ശരിക്കും നമുക്ക് കിട്ടണ രീതിയിൽ വേണ്ടി വരും വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടണ രീതിയിലുള്ള രീതിയിൽ വെക്കാൻ ട്രൈ ചെയ്യാം നമുക്ക്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ അറേഞ്ച് ചെയ്യുമായിരിക്കും. നമുക്ക് സെറ്റ് ചെയ്തിട്ട് തീരുമാനിക്കാം. സോ ഞങ്ങളിലേക്ക് വലിയ കൃഷ്ണനില്ല, ഉള്ളത് ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ കൂടെ പഞ്ചാടിക്കൊരു അടക്കട ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മുങ്ങി വയ്ക്കുന്നുണ്ട്. പിന്നെ മംഗലികളായതുകൊണ്ട് നമുക്ക് കുങ്കുമം വേണം. അപ്പോൾ കുങ്കുമം ഇവിടെ വയ്ക്കുന്നുണ്ട്. ഉള്ള ഗോൾഡ്, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഗോൾഡോ എന്തൊക്കെയുള്ള വെച്ചതൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗോൾഡാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ വെള്ളരിക്കയാണ്. വെള്ളരിക്ക അരിയിൽ വയ്ക്കുക. ഓക്കെ, ഇനി സൈഡിൽ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കാം. അപ്പോൾ എൻ്റെ ഉള്ളത് ഓറഞ്ച്, ആപ്പിൾ, മാംഗോ, പിന്നെ വെജിറ്റബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോയും വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്രന്ഥം വയ്ക്കാം. ഞാനത് അധ്യാത്മരാമായണം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഹിന്ദിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത്
തേങ്ങയാണ്. പിന്നെ ഒരു പെന്ന് വെക്കണം, പുടവ വെക്കണം. അങ്ങനെ ഒരു മിനിറ്റ് പുടവ എടുത്തിട്ട് പിന്നെ നമ്മുടെ കോടിമുണ്ട് വെച്ചോളൂ. രണ്ടത്തിന് മുകളിൽ ഒരു പെന്ന് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽപ്പെട്ട നിങ്ങളൊക്കെ ഉപയോഗിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കാണാനൊരു ചമ്പൊക്കെ ഉണ്ടാവും. ഗായ്സ് കിട്ടി ഗായ്സ് കിട്ടി. അങ്ങനെ അജിയുടെ സ്കില്ലാണ് ഓക്കെ. രണ്ട് തേങ്ങ കറക്റ്റായിട്ട് വന്നു. ഞങ്ങൾക്ക് മലയാളമൊന്നും ഇല്ല, കത്തി വെച്ചിട്ടാണ് പൊട്ടിച്ചത്. അപ്പോൾ കറക്റ്റായിട്ട് വന്നു, എന്തോ ദൈവാനുഗ്രഹം. കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുത്തി നടത്താൻ വിചാരിച്ചു. ഇനി അതിൽ നമുക്ക് കോയിൻസ് ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് കോയിൻസ് ഒക്കെ ഓൾറെഡി അജി പണ്ട് പാർട്ട് ടൈം ഒക്കെ ചെയ്യാൻ പോയപ്പോൾ അജിക്ക് കുറേ ടിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോയിൻസ് ആണ് ഇതൊക്കെ. എല്ലാതരം കോയിൻസും ഉണ്ട്, എല്ലാ സെൻസും കണ്ട് നിറച്ച്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കോയിൻസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് വെക്കണം. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് കുറച്ച് ഇന്ത്യൻ കറൻസി ഉണ്ട്, അപ്പോൾ ഇന്ത്യൻ കറൻസിയും വെക്കാം ഇതിൻ്റെ കൂടെ എന്ന് വിചാരിക്കണം. രാവിലെ കണി കാണുമ്പോൾ രണ്ടും കണി കാണട്ടെ നല്ല രീതിയിൽ. മടക്കി വെച്ചത് ശരിയില്ലാത്തതുകൊണ്ട് ഇരിക്കുന്നത് അത്ര ഭംഗിയായിട്ടിരിക്കുന്നില്ല. ചെയ്യാൻ വരും. പിന്നെ കുറച്ച് അതൊക്കെ സാധാരണ 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ വയ്ക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പൈസ വയ്ക്കും. രാവിലെ കണി കാണുമ്പോൾ ഈ പൈസയൊക്കെ കണി കണ്ടിട്ട് നിറയെ നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തേന്ന് പ്രാർത്ഥിക്കാം. ഞാൻ യൂഷ്വലി എല്ലാം അങ്ങനെ കയ്യിൽ പൈസ വയ്ക്കും, കുറവാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ യൂറോ കറൻസി ഉണ്ട്. പിന്നെ വലത്തോടെ വയ്ക്കാം. രാവിലെ കഴിച്ച് കാണുമ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രീതിയിലുള്ള എന്തെങ്കിലും പയർവർഗ്ഗങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കാം. വെറ്റില അടക്കൊക്കെ വെക്കണം, അടക്ക എന്തൊക്കെയുണ്ട് വെറ്റില വെക്കണം, അല്ലാതെ വെച്ച ഒരു വിഷുക്കണി. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒക്കെ വെക്കാം. പൊട്ടിക്കാം.